ഹലോ ഗൈസ്, ഏതോ ജന്മ കൽപ്പന പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതി അവിടെ നിന്നും പോകുകയാണ് നമ്മുടെ അശ്വിന്റെ വീട്ടിലെന്നോ അല്ലേ. അപ്പൊ നമ്മുടെ അശ്വിൻ കുറേയൊക്കെ പറഞ്ഞ് ഇങ്ങനെ തടസ്സപ്പെടുത്തുന്നുണ്ട്, ശ്രുതി നീ പോകരുതെന്നൊക്കെ പറഞ്ഞ്. ലാസ്റ്റ് നമ്മുടെ ശ്രുതി ഒട്ടും സമ്മതിക്കാതെ ആകുമ്പോൾ നമ്മുടെ അശ്വിൻ ആ ഒരു എഗ്രിമെന്റിന്റെ കാര്യം എടുത്തിടുന്നുണ്ട്. നീ ആ എഗ്രിമെന്റ് പാലിച്ചേ മതിയാവൂ എന്നും പറഞ്ഞ് കുറച്ച് ദേഷ്യത്തിൽ സംസാരിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ശ്രുതിക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഒരിക്കലും മാറില്ലല്ലേ. കുറച്ച് ദിവസം മുന്നേ വരെ നിങ്ങൾ മാറി എന്നുള്ളൊരു ചിന്തയായിരുന്നു എന്നിൽ, പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി നിങ്ങൾ ഒരിക്കലും മാറില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മുടെ ശ്രുതി കുറെ കരയുന്നുണ്ട്. അപ്പോഴൊക്കെ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മുടെ അശ്വിൻ, ഐ ലവ് യു ശ്രുതി, എനിക്ക് നിന്നെ വിഷമിപ്പിക്കാൻ പറ്റുന്നില്ല, നീ പോകല്ലേ, എനിക്കതെങ്ങനെ പറയണോന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അശ്വിൻ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടേ ഇരിക്കുവോ. അതിനുശേഷം നമ്മുടെ പാതിരാത്രി ആയിട്ടോ. അപ്പൊ നമ്മുടെ ശ്രുതി ഇപ്പൊ പോകാൻ പറ്റില്ലല്ലോ എന്നോർത്ത് ബാഗൊക്കെ അവിടെ വെച്ചിട്ട് ഒരു കസേരയിൽ പോയിരുന്ന് ഉറങ്ങുന്നുണ്ടേ. ബെഡിലോട്ട് നമ്മുടെ അശ്വിനൊപ്പം കിടക്കുന്നില്ല. അപ്പൊ നമ്മുടെ അശ്വിൻ നോക്കുമ്പോൾ ശ്രുതി ഒരു കസേരയിൽ ഇരുന്ന് ഇങ്ങനെ മയങ്ങുക. അപ്പൊ നമ്മുടെ അശ്വിനും കൂടെ ആ ഒരു കസേരയുടെ അടുത്ത് വേറൊരു കസേരയും കൂടെ ഇട്ടിട്ട് നമ്മുടെ ശ്രുതിക്കൊപ്പം തന്നെ ഇരുന്ന് ഇങ്ങനെ ഉറങ്ങുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ശ്രുതി ഇങ്ങനെ പെട്ടെന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ ബെഡിൽ അശ്വിനില്ല. നോക്കുമ്പോൾ തൻ്റെ അടുത്തിരിക്കുന്നു. അപ്പൊ ശ്രുതി വേഗം തന്നെ അവിടെ നിന്ന് എണീറ്റ് കട്ടിലിൽ പോയി കിടക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ അശ്വിനും കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ ശ്രുതി ഇങ്ങനെ സമാധാനമായിട്ട് കട്ടിലിൽ കിടക്കുന്നുണ്ടല്ലോ. സമാധാനം എന്ന് വിചാരിച്ച ശ്രുതിയെ പുതപ്പിച്ചൊക്കെ ഇട്ട് നമ്മുടെ അശ്വിനും കൂടെ കയറി ഉറങ്ങുന്നുണ്ട് കേട്ടോ. പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ശ്രുതിയെ കാണുന്നില്ലേ. അപ്പൊ നമ്മുടെ അഞ്ജലിക്ക് നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ കഞ്ഞി കോരി കൊടുത്തുകൊണ്ടിരിക്കുമായിരിക്കും. അപ്പൊ നമ്മുടെ അശ്വിൻ പെട്ടെന്ന് വന്നത് ഇങ്ങനെ അഞ്ജലിയോട് ചോദിക്കുന്നുണ്ട്, ചേച്ചി ശ്രുതി ഇങ്ങോട്ട് വന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അഞ്ജലിക്ക് അത് കേൾക്കുമ്പോൾ തന്നെ ദേഷ്യമാവും കേട്ടോ. പിന്നെ നമ്മുടെ മുത്തശ്ശി വന്നിങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ അശ്വിൻ്റെ അടുത്ത്, എടാ കുഞ്ഞാ നീ ഇങ്ങനെ പേടിക്കാതെ, അവൾ അവളുടെ വീട്ടിലേക്ക് പോയതാ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് കേട്ടപാട് നമ്മുടെ അശ്വിന് വെപ്രാളായി. എത്രയും വേഗം ശ്രുതിയെ കാണണോ എന്നുള്ളൊരു ചിന്തയായി. അന്ന് കൃത്യമായിട്ട് നമ്മുടെ ശ്രുതിയുടെ ബർത്ത്ഡേയും കൂടി ആയിരുന്നു കേട്ടോ, പിറന്നാൾ ദിനവും കൂടി ആയിരുന്നു. അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ വീട്ടിലേക്ക് നമ്മുടെ അശ്വിൻ പോകുന്ന ഒരു നിമിഷങ്ങളായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അവിടെയാണെങ്കിൽ നമ്മുടെ അമ്മായി നമ്മുടെ ശ്രുതിക്ക് ഒരു മാലയൊക്കെ കൊടുക്കുന്നുണ്ട്. ഇത് നിന്റെ പിറന്നാളല്ലേ, ഇതാ വിഗ്രഹത്തിലിട്ട് പ്രാർത്ഥിക്കുന്ന പറഞ്ഞ് ആ ഒരു മാലയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ശ്രുതി പൂജാമുറിയിൽ കയറി പ്രാർത്ഥിക്കുന്ന സമയത്താണ് നമ്മുടെ അശ്വിൻ വരുന്നത്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? അശ്വിൻ പെട്ടെന്ന് ഇങ്ങനെ വരുമ്പോൾ എല്ലാവരും നമ്മുടെ ശ്രുതിയുടെ വീട്ടിൽ എല്ലാവരും വിചാരിക്കുന്നത് ശ്രുതിയുടെ പിറന്നാളല്ലേ, അതിനുവേണ്ടി നമ്മുടെ അശ്വിൻ ശ്രുതിയെ കാണാൻ വന്നതായിരിക്കും, അല്ലെ ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് വന്നതായിരിക്കും എന്നുള്ളൊരു ധാരണയായിരിക്കും അല്ലേ. എന്തായാലും നമുക്ക് നോക്കാം ഇനി എന്ത് സംഭവിക്കുമെന്നല്ലേ. കാത്തിരുന്ന് തന്നെ കാണാട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.